നമ്മുടെ ലൈഫിൽ ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അങ്ങനെ മുടി കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ബാൾഡാവുക എന്ന് പറഞ്ഞാൽ ഇത്രയും സങ്കടപ്പെടുന്ന ഒരു സമയം നമ്മുടെ ലൈഫിൽ ഇനി വരാനുണ്ടാവില്ല. 2025 എന്നുള്ളൊരു വർഷം എനിക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെ മുടി കൊഴിഞ്ഞ് എൻ്റെ ക്രൗൺ ഏരിയയൊക്കെ അത്രയും വിസിബിൾ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ മിനോക്സിഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ മിനോക്സിൽ സീരീസിലെ ഈ വീഡിയോ പാർട്ട് 7 ആണ്. ദിസ് ഇസ് മൈ 3 to 6 month ഹെയർ ട്രാൻസ്ഫോർമേഷൻ യൂസിങ് മിനോക്സിഡിൽ കൺസിസ്റ്റൻ്റ്ലി. ഒരുപാട് പേർക്ക് 6 മാസം കൊണ്ട് കിട്ടുന്ന റിസൾട്ടാണ് എനിക്ക് വെറും 3 മാസം കൊണ്ട് കിട്ടിയിട്ടുള്ളത്. മുടി കൊഴിച്ചിൽ സഹിക്കാനാവാതെ ഞാൻ മൊട്ട അടിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് മിനോക്സിഡിൽ സ്റ്റാർട്ട് ചെയ്ത്. എൻ്റെ ഓരോ ആഴ്ചയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. 1ാമത്തെ ആഴ്ച, 2ാമത്തെ ആഴ്ച, 3ാമത്തെ ആഴ്ചയാണെങ്കിലും 4ആണെങ്കിലും 5ആണെങ്കിലും 6ആണെങ്കിലും 7ആണെങ്കിലും 8ആണെങ്കിലും 9ആണെങ്കിലും 10ആണെങ്കിലും 11ആണെങ്കിലും 12ആണെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കരുതി നല്ല തിക്കായിട്ടുള്ള മുടിയാണെന്നല്ല, പക്ഷെ മുടികളെല്ലാം വന്ന് അത്യാവശ്യം ക്രൗൺ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന അത്ര നന്നായിട്ട് മുടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ബാൾഡിങ് എന്നുള്ള സിറ്റുവേഷൻ തന്നെ മാറ്റിയത് മാൻ മാറ്റേഴ്സിൻ്റെ മിനോക്സിഡിലാണ്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായി. മിനോക്സിഡിൽ കൂടാതെ ഞാനിവരുടെ ഗമ്മീസ്, അതുപോലെ ഹെയർ ബൂസ്റ്റർ എന്നുള്ള ടാബ്ലറ്റ്, അതുപോലെ മിനോക്സിഡിൽ 2.5 mg എന്നുള്ള ടാബ്ലറ്റ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മിനോക്സിഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കിന്ന് ഈ കാണുന്ന റിസൾട്ട് കിട്ടാൻ തന്നെ കാരണം. മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൺസിസ്റ്റൻസി. എത്ര നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് പാർട്ട് 8 കാണാം.